Hi all, welcome to Competitive Cracker. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSI ഫിസിക്കൽ സയൻസിന്റെ സബ് ഇഷ്യൂവിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം സബ് ഇഷ്യൂ എന്താണെന്ന് അറിയണമെങ്കിൽ HSI ഫിസിക്കൽ സയൻസ് ആർക്കൊക്കെ എഴുതാം എന്ന് നോക്കണം അല്ലേ. അപ്പോൾ HSI ഫിസിക്കൽ സയൻസിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഒന്നെങ്കിൽ BSc ഫിസിക്സ് അല്ലെങ്കിൽ എന്താണ് BSc കെമിസ്ട്രി മെയിൻ എടുത്ത് പഠിച്ച് അതിനുശേഷം എന്താണ് B.Ed ഫിസിക്കൽ സയൻസ് പഠിച്ച് K3 ഫിസിക്കൽ സയൻസ് പാസ്സായവരാണ് ഏത് എഴുതുന്നത് HSI ഫിസിക്കൽ സയൻസ് എഴുതുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ K3 ഫിസിക്കൽ സയൻസ് അല്ലെങ്കിൽ എന്താണ് കേറ്ററ്റ് പാസ്സാകണമെന്നുള്ളത് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മുടെ HSI ഫിസിക്കൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ മാത്രമാണ് ഇനി വരാനുള്ളൂ അല്ലേ. അപ്പം ഇതിനു മുമ്പ് ഈ ഇടയ്ക്ക് നടന്ന HSIയിലെല്ലാം K3 എന്നുള്ളത് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും എന്താണ് K3 ഫിസിക്കൽ സയൻസ് പാസ്സായിരിക്കണം. അപ്പോൾ ഇനിയും K3 ഫിസിക്കൽ സയൻസ് പാസ്സാകാത്തവരുണ്ടെങ്കിൽ നമ്മുടെ HSIയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് എത്രയും വേഗം തന്നെ എഴുതിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരു ഗോൾഡൻ ചാൻസ് ആണ് നെക്സ്റ്റ് HSI നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം കഴിഞ്ഞ HSI നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ലാസ്റ്റ് HSI നോട്ടിഫിക്കേഷൻ വരുന്നത് 2016 227/2016 എന്ന് പറയുന്ന എക്സാം ആണ്. നോട്ടിഫിക്കേഷൻ ഡേറ്റ് August 13 2016 August 13 നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിനുശേഷം 2016 നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ എക്സാം നടക്കുന്നത് എപ്പോഴാണ് 2018 അതിനുശേഷം എന്താണ് നമുക്കറിയാം എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ലിസ്റ്റ് വരും. ആ ഷോർട്ട് ലിസ്റ്റ് അനുസരിച്ചുള്ള ഇന്റർവ്യൂ ഉണ്ടാകും അല്ലേ. ആ ഇന്റർവ്യൂ നടക്കുന്നത് 2019 ഇനി 2019 ഇന്റർവ്യൂ നടന്നതിന് ശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് വീണ്ടും എന്താണ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് 2020 നവംബറിലാണ് എന്ത് വന്നത് റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പോൾ ഇനി നോക്കുക, നമുക്കറിയാം PSCയുടെ എല്ലാ റാങ്ക് ലിസ്റ്റിൻ്റെയും കാലാവധി എന്ന് പറയുന്നത് എത്ര വർഷമാണ് 3 വർഷമാണ്. അതുകൊണ്ട് തന്നെ ഈ 2020 വന്ന റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 2023 നവംബറിൽ അവസാനിക്കും. അതായത് ഈ ഒരു നവംബറിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ്റെ ടൈം എന്ന് പറയുന്നത് ഓൾറെഡി കഴിഞ്ഞതാണ്. കാരണം PSCയുടെ നിയമം അനുസരിച്ച് നമുക്കറിയാവുന്നതാണ് ഒരു റാങ്ക് ലിസ്റ്റ് കഴിയുമ്പോഴേക്കും അടുത്ത റാങ്ക് ലിസ്റ്റ് വരണം അല്ലേ. പക്ഷേ HSI ഫിസിക്കൽ സയൻസിനെ സംബന്ധിച്ച് ഇതുവരെ ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സബ്സിഡറി ഇഷ്യൂവിൻ്റേതാണ്. അപ്പോൾ എന്താണ് സബ്സിഡറി ഇഷ്യൂ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പോലും നമുക്കറിയാം BSc ഫിസിക്സ് അല്ലെങ്കിൽ എന്താണ് കെമിസ്ട്രി പഠിച്ചവരാണ് HSI ഫിസിക്കൽ സയൻസ് എഴുതുക എന്ന് പറഞ്ഞു. അപ്പോൾ BSc ഫിസിക്സും കെമിസ്ട്രിയും മെയിൻ കോഴ്സാണ് അല്ലേ. അപ്പോൾ ഇതിന് എന്തുണ്ടാവും 2 സബ്സിഡറി സബ്ജക്റ്റുകൾ ഉണ്ടാകും. അപ്പോൾ എന്താണ് BSc ഫിസിക്സ് പഠിച്ചവർ മെയിൻ ഫിസിക്സ് പഠിച്ചവർ കെമിസ്ട്രി ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് കെമിസ്ട്രി സബ്സിഡറി ആയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ കെമിസ്ട്രി പഠിച്ചവർ എന്താണ് ഒരു സബ്ജക്റ്റ് ഫിസിക്സ് സബ്സിഡറി ആയി പഠിച്ചിരിക്കണം എന്നൊരു റൂൾ വന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അപ്പോൾ BSc ഫിസിക്സോ കെമിസ്ട്രിയോ മെയിൻ എടുത്ത് പഠിച്ചവർക്ക് ഈ കെമിസ്ട്രിയും ഫിസിക്സും അല്ലാണ്ട് കമ്പ്യൂട്ടർ സയൻസ് ജിയോളജി തുടങ്ങിയ സബ്ജക്റ്റുകളൊക്കെ എന്താണ് സബ്സിഡറി ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിൽ മെയിൻ കണ്ടന്റിനെ പറ്റി, അതായത് ഒന്നെങ്കിൽ BSc ഫിസിക്സ് അല്ലെങ്കിൽ BSc കെമിസ്ട്രി എടുത്തവരായിരിക്കണം HSI ഫിസിക്കൽ സയൻസ് എഴുതേണ്ടത് എന്ന് മാത്രമാണ് PSC പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് എന്താണ് സബ്സിഡറി സബ്ജക്റ്റിൻ്റെ കാര്യം നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഈ BSc ഫിസിക്സും കെമിസ്ട്രിയും മെയിൻ എടുത്തവർ സബ്സിഡറി കോഴ്സ് വേറെ പഠിച്ചവർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. അപ്പോൾ ആ ഒരു കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നതിനാലാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരാത്തത്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കേസ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുവാണ്. അപ്പോൾ എത്രയും വേഗം തന്നെ അതിനൊരു വിധി വരും. ആ ഒരു വിധി വന്നു കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ എന്താണ് നമ്മുടെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം എന്താണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്ന് നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു എക്സാം നടത്താനുള്ള ടൈം വേണം അല്ലേ.
അപ്പോൾ എക്സാം നടത്താനുള്ള ടൈം വേണം. അതിനുശേഷം അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. ഷോർട്ട് ലിസ്റ്റിന് ശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം അല്ലേ, ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. അപ്പം ഇതിനൊക്കെ എന്താണ് ഒരു ടൈം വേണം. അപ്പോൾ ആ ടൈം അനുസരിച്ച് നമുക്ക് എന്താണ് ആ ഒരു കേസ് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എത്രയും വേഗം തീരുകയും ചെയ്യും ഈ ഒരു അവസ്ഥയിൽ. അപ്പോൾ ഇനിയും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പം നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇപ്പോഴത്തെ PSCയുടെ എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് അടുത്ത് തന്നെ അല്ലേ 1-2 മാസങ്ങൾക്കുള്ളിൽ തന്നെ എന്ത് വരാറുണ്ട്, എക്സാം വരാറുണ്ട്. അപ്പം നമുക്കറിയാം ഈ HSI ഫിസിക്കൽ സയൻസിൻ്റെ സിലബസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. ഒരു വാസ്റ്റ് സിലബസ് ആണ് അല്ലേ. അപ്പോൾ ഈ വാസ്റ്റ് സിലബസ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് പഠിച്ചെത്തുക എന്ന് പറഞ്ഞത് പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ ആരും നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ഇനിയും കാത്തിരിക്കരുതെന്നാണ് പറയാനുള്ളത്. എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഇപ്പോൾ ഇവിടെ നോക്കാം, നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, നവംബറിൽ അവസാനിക്കും. നവംബർ 9 എല്ലാ ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ തന്നെ ഏകദേശം 900-ഓളം, കേരളം മൊത്തമായിട്ട് 900-ഓളം നിയമനങ്ങൾ HSI ഫിസിക്കൽ സയൻസിൻ്റെതായിട്ട് നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്, ഇത്രയും കേസിൻ്റെയൊക്കെ ഇടയിൽ പോലും നല്ലൊരു നിയമനം നടന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ HSI ഫിസിക്കൽ സയൻസ് പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അടുത്ത റാങ്ക് ലിസ്റ്റ് വരുന്ന ടൈം എന്ന് പറയുന്നത് ഒരു 2024, 25, 26 ആ ഒരു വർഷങ്ങളിലായിരിക്കും നെക്സ്റ്റ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അല്ലേ. അപ്പോൾ എന്താണ് ആ ഒരു ടൈമിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്നതുപോലെ ഹൈസ്കൂൾ മേഖലയിൽ ഒരുപാട് ബൾക്ക് റിട്ടയർമെൻറ്റ് നടക്കുന്ന ഒരു ടൈമാണ് 2024, 25, 26. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലിസ്റ്റിലുള്ളവർക്ക് വളരെയേറെ ഗുണം ചെയ്യും ഉറപ്പായിട്ടും. അതായത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ തന്നെ ഏകദേശം 900 നിയമനങ്ങൾ വന്ന ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇനി സ്റ്റാഫ് ഫിക്സേഷൻ കഴിയുമ്പോൾ ഉള്ള വേക്കൻസി ഒക്കെ എന്തായിരിക്കും, നെക്സ്റ്റ് റാങ്ക് ലിസ്റ്റിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അടുത്തയിലും നമ്മളൊരു ബൾക്ക് വേക്കൻസിയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും വേഗം HSI ഫിസിക്കൽ സയൻസ് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്താണ് BSCയോ MSCയോ ഏതാണ്, ഒന്നെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് മെയിൻ എടുത്തവർ HSI ഫിസിക്കൽ സയൻസ് പഠിക്കാനായിട്ട് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം എന്താണ്, ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ ലെവൽ നമുക്കറിയാവുന്നതാണ് അല്ലേ. PSCയുടെ ഓരോ കട്ട് ഓഫ് വരുമ്പോഴുമുള്ള കോമ്പറ്റീഷൻ ലെവൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ അധ്യാപക വേക്കൻസിയിലും. ഇപ്പോൾ കഴിഞ്ഞ LP UP ഒക്കെ നോക്കിയാൽ അറിയാം, NCയുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാം എന്താണ് എക്സാം ടഫായിട്ട് തന്നെയാണ് വരുന്നത്. എന്നാൽ പോലും എന്താണ് എല്ലാവരും നല്ല രീതിയിലാണ് പഠിച്ചെഴുതുന്നത്. അതുകൊണ്ട് തന്നെ HSI ഫിസിക്കൽ സയൻസ് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ വീണ്ടും പറയുകയാണ്, നമ്മൾ ഉടനെ തന്നെ പഠനം തുടങ്ങേണ്ടതാണ്. അപ്പം നമുക്കറിയാം HSI ഫിസിക്കൽ സയൻസിൻ്റെ ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും തന്നെ HSIയുടെ എക്സാം കഴിഞ്ഞു, റാങ്ക് ലിസ്റ്റ് വന്നു അല്ലേ. നാച്ചുറൽ സയൻസ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഹിന്ദി, ഇതിൻ്റെ HSI മലയാളം ഇതിൻ്റെയൊക്കെ റിസൾട്ട് വന്നതാണ്. ഈ പോസ്റ്റർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ വളരെ അഭിമാനമാണ് ഞങ്ങൾക്ക്. കാരണം ഞങ്ങളുടെ CCയിൽ പഠിച്ച കുട്ടികളെ എല്ലാ ജില്ലകളിലും എല്ലാ പോസ്റ്റിലും തന്നെ എന്താണ് ഉന്നത റാങ്കിൽ എത്തിയിട്ടുണ്ട്. അവരുടെ ചിത്രമാണ് ഇത് എന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്യുക, ഇനി നമുക്ക് വരാനുള്ളത് നമ്മുടെ HSI ഫിസിക്കൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പം ആ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ ആയിരിക്കണം ഇതുപോലെ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനിയും HSI ഫിസിക്കൽ സയൻസ് ഞങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം താഴെ കാണുന്ന ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. നമ്മുടെ ആപ്പിൽ റെക്കോർഡഡ് ക്ലാസ്, സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ് ലഭിക്കും. അതുപോലെ തന്നെ വീക്ക്ലി ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. ലൈവ് സെഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രഗത്ഭരായ ടീച്ചേഴ്സ് ആയിരിക്കും ലൈവ് സെഷൻ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, ലൈവ് സെഷനിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ചിലർക്ക് ലൈവ് സെഷൻ്റെ ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നൊന്നും ഇരിക്കത്തില്ല. അപ്പോൾ അവർക്കായിട്ട് നമ്മൾ ലൈവിൻ്റെ റെക്കോർഡഡ് വേർഷനും ആപ്പിൽ അപ്ഡേറ്റഡ് ആണ്. അതുപോലെ തന്നെ വീക്ക്ലി എക്സാം ഉണ്ടാകും, ഫ്രീ മെൻറ്റർഷിപ്പ് ഉണ്ടാകും. അപ്പോൾ ഇനിയും HSI ഫിസിക്കൽ സയൻസ് പഠിക്കാൻ തുടങ്ങാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മുടെ ഫോൺ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്